അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ പൊന്നുമക്കൾ നാളത്തെ ഭാവികളാണ്. അവർ പഠിച്ച് നല്ലൊരു നിലയിൽ എത്തണം എന്നാണ് നമ്മുടെ മാതാപിതാക്കളൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് പൊന്നുമക്കളെ പഠിക്കാൻ പറഞ്ഞേക്കുന്നത്. നോക്കൂ, ഈ ഒരു സംഭവം നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. പഠിക്കാൻ പോയ ചെറിയ പെൺമക്കൾ 18ഉം 19ഉം അതുപോലെ 15ഉം 16ഉം പ്രായമുള്ള പെൺകുട്ടികൾ പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വളരെ മാന്യമായിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ അവസ്ഥ, മാതാപിതാക്കൾ പോയി ഇവളെ ഒന്ന് വിളിക്കുമ്പോൾ മയക്കുമരുന്നിൻ്റെ അടിമയായി ബോധം കെട്ട് ഉമ്മാരെന്നോ ഉപ്പാരെന്നറിയാതെ അവർ തെരുവിളിക്കുന്ന ഈ ഒരു രംഗം വല്ലാത്ത വേദനിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മുസ്ലിം സമുദായത്തിൽ നോക്ക്, 2 പെൺകുട്ടികളാണല്ലോ ഹോസ്റ്റലിൽ പഠിക്കുന്ന 2 പെൺകുട്ടികൾ. അവർ പരസ്പരം പെണ്ണ് വിവാഹം കഴിയുന്ന ഒരവസ്ഥ. ലൂത്ത് നബിൻ്റെ കാലഘട്ടത്തിൽ വളരെ ശപിക്കപ്പെട്ട കൗമ്. ആ പെൺകുട്ടികൾ ഇന്ന് മുട്ടുവരെ വസ്ത്രം ധരിച്ചുകൊണ്ട് പല ചാനലുകളെ മുമ്പിൽ വന്ന് അവരോരോ വിഷയങ്ങൾ വളരെ അഭിമാനത്തോട് അഹങ്കാരത്തോടു കൂടി സംസാരിക്കുന്ന വാക്കുകൾ, നാം അങ്ങനെയാണ്, നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്, പല രീതിയിൽ. നിൻ്റെ ഉമ്മയും നിൻ്റെ ഉപ്പയും ഈ വീഡിയോ കാണുന്നുണ്ട്. അവർ എത്ര പ്രാർത്ഥിക്കുന്നുണ്ടാവും, അല്ലാ ആ അടുത്ത റമദാൻ വരെ അവരെ നീ എത്തിപ്പിക്കല്ല അല്ലാ, അതിനു മുമ്പ് നീ കൊണ്ടുപോകുന്നു. ഈ അടുത്താണ് ഒരു ഉമ്മ പറയുന്നത്, എൻ്റെ മകന് മരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്വലാത്തക്ക് വരുന്നത്. സ്വലാത്തക്ക് നേർച്ച നേർന്നിട്ട് വരുന്നത് മകൻ മരിച്ചു കിട്ടാൻ വേണ്ടിയാണ്. ജനങ്ങളെ മുമ്പിൽ അശ്ലീലമായി പെണ്ണിനെ വിവാഹം കഴിക്കുന്നത്, അത് കഴിച്ചു എന്ന് മാത്രമല്ല, ഇന്ന് മാധ്യമ പ്രവർത്തകന്മാരുടെ എൻ്റെ ശരീരം എൻ്റെ ഹക്കാണ് എടുത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു പെണ്ണായ ഒരു സംഭവം. അപ്പോൾ എനിക്ക് പല ഫോൺ വിളികൾ വന്നു. അതിൽ പലരും ഭീഷണികളാണ്. നമ്മുടെ ശരീരം അത് നമ്മുടെ ഹക്കാണ്, നിങ്ങൾ വീഡിയോ ചെയ്യണം, നിങ്ങളാരാണ് എന്നുള്ള ഭീഷണികൾ. തീർച്ചയായും സമൂഹത്തിൽ ഇത്തരത്തിലുള്ള മുൻകറാത്തുകൾ, തമ്മാടിത്വം നടക്കുമ്പോൾ മൻ റഅ മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി, നിൻ്റെ കൈ കൊണ്ട് നീ തടയണം. ഫഇല്ലം യസ്തതി ഫബിലിസാനി, നാവ് കൊണ്ടെങ്കിൽ പറയണം. മറ്റുള്ളവർക്ക് അത് ഒരു ബോധമാകും. അത് എല്ലാവരും ഇങ്ങനെ അംഗീകരിച്ചു കൊണ്ടുപോയാൽ എല്ലാവരും അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാൻ പ്രേരണമാകും. ഇന്ന് ചാനൽ മാധ്യമങ്ങളുടെ അവസ്ഥ അങ്ങനെയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനയ്ക്ക് പ്രേരണ നൽകുന്ന ഒരു വീഡിയോസുകളാണ്. പ്രേരണ നൽകുക, അവരെ പ്രചോദിപ്പിക്കുക, ഇതൊരു നല്ല കാര്യമാണ്. കാരണം നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് എന്തും ചെയ്യാമെന്ന്, താൻ തോന്നിയപോലെ തനിക്ക് തോന്നിയതുപോലെ ജീവിക്കാമെന്ന് അവരിങ്ങനെ പ്രേരിപ്പിക്കുമ്പോൾ മറ്റുള്ളവരും അതിൽ പ്രചോദിതരായി. എത്ര മുസ്ലിമീങ്ങളാണ്. പിന്നെ ലൈംഗികാഭാസത്തെക്കുറിച്ച് പറയേണ്ടതില്ല. തീർച്ചയായും നമ്മുടെ മക്കളുടെ മുകളിൽ ഒരു കണ്ണ് വേണം. മക്കളെ കൃത്യമായി ശ്രദ്ധിക്കണം. അവർ വീട്ടിലേക്ക് വരുമ്പോൾ ഓരോ ബാഗും, അതുപോലെ ഹോസ്റ്റലിൽ അവരുടെ കൂട്ടുകാരാരാണ്, മുത്തറസൂലൊക്കെ പഠിപ്പിച്ചതാണ്. അവരുടെ കൂട്ടുകാരെക്കുറിച്ച് കൃത്യമായുള്ള ബോധം നമുക്ക് വേണം. പെണ്ണും ഒരുമിച്ച് കിടക്കാൻ പാടില്ല, ആണും ഒരുമിച്ച് കിടക്കാൻ പാടില്ല. അത് അപകടം വരുത്തുമെന്ന് മുത്തറസൂൽ പഠിപ്പിച്ചതാണ്. അത് തന്നെയല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചാനലിന് മുമ്പിൽ വന്ന് അവർ പറയുന്ന ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ വളരെ അസഹ്യമാവുന്നു. അവർ മാത്രം അഭിമാനത്തോടു കൂടി പറയുകയാണ്, അന്തസ്സോടുകൂടി പറയുകയാണ്. കാരണം അവർ അംഗീകരിക്കാൻ പല മീഡിയം പ്രവർത്തകന്മാർ അവരെ പ്രണയകഥകൾ ചോദിച്ചും അത് ആരാഞ്ഞും അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ എത്ര ആൾ പരസ്പരം പ്രണയമുണ്ടോ, മറ്റുള്ളവർക്ക് അതിൽ പ്രേരണമുണ്ടാകും. ഇത്തരത്തിനെ നാം എതിർക്കുകയും ഇതിനെതിരെ ശക്തമായി സദകുടഞ്ഞ് നാം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ എത്രയോ കുടുംബത്തിൻ്റെ ഇസ്സത്താണ് കാക്കപ്പെടുന്നത്, എത്രയോ കുടുംബങ്ങളാണ് നശിഞ്ഞു പോകുന്നത്, എത്രയോ ഉമ്മമാർ ഇന്ന് കണ്ണീരിലാണ്. കാരണം ഈ പെൺകുട്ടികൾ സ്കൂളിൽ മദ്രസയിൽ പോയത് എത്ര കച്ചടക്കത്തോടു കൂടിയാണ് ഫർദൊക്കെ ധരിച്ച്. അതുമാത്രമല്ലല്ലോ, ഇവരുടെ പിതാക്കന്മാർ ആ നാട്ടിൻ്റെ ആ ജമാഅത്തിൻ്റെ കമ്മിറ്റി ഭാരവാഹികളടക്കെയാണ്. അവർക്ക് വാക്കിന് വിലയും നിലയുമുള്ള ആളുകളാണ്. അവരുടെ മക്കളാണ് ഇത്തരത്തിലുള്ള താന്തോണികൾ ചെയ്യുന്നത്. അവർക്കറിയില്ലായിരുന്നു. ഇന്നവർ തല കീഴാക്കി നടക്കുന്നൊരവസ്ഥയിലല്ലേ. ഒരു യോഗത്തിൽ കൂടുമ്പോൾ
ആ യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് ഇവരുടെ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ഉപ്പയുടെ ഉമ്മയോട് വെച്ചിട്ട് നിൻ്റെ മകനല്ല ഇത് എന്ന് ചോദിക്കുമ്പോൾ ആ ഉപ്പ എത്ര അപമാനിതനാകും. ആ ഉമ്മക്ക് അഭിമാനത്തോടു കൂടി അന്തസ്സോടു കൂടി തലയുയർത്തി നടക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ തീർച്ചയായും പ്രണയം എന്നുള്ളത് ആണിനെയും പെണ്ണിനെയും പ്രണയിക്കുന്നത് പരിശുദ്ധ ഇസ്ലാം അതിനെക്കുറിച്ചൊക്കെ ഗൗരവത്തോടു കൂടി പറഞ്ഞു. ആണിൻ്റെ മുഖം നോക്കുന്നതിലത് 10 ശൈത്താന്മാരുടെ പ്രവർത്തിക്കുമെന്നാണ്. കാരണം അവിടെ ആർക്കും സംശയത്തിനിട വരികയില്ല, അവിടെ പല തിന്മകൾക്കത് കാരണമാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ആൺമക്കൾ കൃത്യമായി ആരെ കൂടെ കൂട്ടുകൂടുന്നുണ്ട്, എവിടേക്ക് പോകുന്നുണ്ട്, പലതും നാം ശ്രദ്ധിക്കണം. നാം പെൺകുട്ടികൾ ആൺകുട്ടികൾ മാത്രമായിട്ടല്ല, പെൺകുട്ടികളുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് നാം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ കൂടുതലാണ്. ആ ബന്ധത്തിന് കാരണത്താൽ പിന്നെ അവർക്ക് വിവാഹത്തിനോട് താല്പര്യമില്ലാതെയാവുക, മറ്റു പല ബന്ധങ്ങളിലേക്ക് പോവുക. പല പെൺകുട്ടികൾക്ക് വിവാഹത്തോട് താല്പര്യമില്ല. കാരണം നമ്മുടെ ജോലിയുണ്ട്, നാം ജീവിക്കുന്നു. കാരണം അവർക്ക് വേറെ പെണ്ണുങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ. അപ്പം നമ്മുടെ മുസ്ലിം സമുദായത്തിൻ്റെ ഇസ്സത്തെടുക്കുന്ന എത്ര സംഭവങ്ങളാണ്. എല്ലാ ഹോസ്റ്റൽ ജീവിതം എല്ലാ പെൺകുട്ടികൾ ഇങ്ങനെയൊന്നല്ല. അങ്ങനെ അന്തസ്സോടു കൂടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയുന്ന എത്ര പെൺകുട്ടികളുണ്ട്, അഭിമാനത്തോടു കൂടിയുള്ള പെൺകുട്ടികൾ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ പെൺകുട്ടി മയക്കുമരുന്നിൻ്റെ അടിമയായി ഉപ്പയുടെ ഉമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ അവർക്ക് തന്നെ വല്ലാത്ത